എന്റെ കൂടെ നിന്ന് എല്ലാ കുടുംബാംഗങ്ങളോടും എന്റെ സുഹൃത്തുക്കളും അവരുടെ കുടുംബങ്ങളോടും അതുപോലെ എനിക്ക് വേണ്ടി കാണാത്ത കേൾക്കാത്ത ആളുകൾ ഒരുപാട് പേര് കോടിക്കണക്കിന് ആൾക്കാരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരോടൊക്കെ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ്. സീറോയിൽ നിന്ന് ഹീറോയിലേക്ക്. ഇത് സിനിമാ കഥയെ വെല്ലും കഥ. ഗോപാലകൃഷ്ണൻ അല്ല ജനപ്രിയ നായകൻ ദിലീപ്. ഒരു കാലത്ത് എറണാകുളം നോർത്തിലെ ഹോട്ടലുകൾ മിമിക്രിക്കാരുടെ താവളമായിരുന്നു. അന്ന് തട്ടുകടയിൽ നിന്ന് ഭക്ഷണവും കഴിച്ച് ആലുവയ്ക്കുള്ള രാത്രി ബസ്സിനായി കാത്തുനിന്നിരുന്ന ഒരു ചെറുപ്പക്കാരൻ. കാഴ്ചയിൽ ഒരു വിസിലിനോളം മെലിഞ്ഞത്, പക്ഷേ തൊണ്ടയിൽ നിന്ന് കേൾപ്പിച്ച പലതരം ശബ്ദങ്ങളുടെ അവൻ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു. അന്ന് കലാകാരന്മാർ സ്വപ്നം കണ്ട് ഒരു വിളിപ്പാടകലെയുള്ള കലാഭവൻ എന്ന സ്ഥാപനം അവന് പുതിയ ജീവിതം തന്നെ നൽകി. അവിടെ നിന്ന് സിനിമ എന്ന മായാലോകത്തേക്കുള്ള ഒരു കവാടം തുറന്നിരിപ്പുണ്ടെന്ന് ഗോപാലകൃഷ്ണൻ വിശ്വസിച്ചു, അധ്വാനിച്ചു. ഗോപാലകൃഷ്ണൻ എന്ന വിളിപ്പേരുള്ള ആ ചെറുപ്പക്കാരൻ കലാഭവനിൽ നിന്ന് പതിയെ സിനിമയുടെ പിന്നാമ്പുറങ്ങളിലേക്കും എത്തി. 1992 എന്നോടിഷ്ടം കൂടുമോ എന്ന ചിത്രത്തിലെ ഒരു രംഗത്തിലൂടെ കമലിന്റെ സംവിധായക സഹായിൽ നിന്ന് അഭിനയത്തിലേക്ക് ചുവടുവെച്ചു. പിന്നീട് സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിക്കൊപ്പം സൈന്യത്തിലെ അംഗമായി കുറച്ചുകൂടി വലിയ വേഷം. മാനത്തെ കൊട്ടാരത്തിലൂടെ കിനാവുകളുടെ അനന്തപുരങ്ങളിലേക്ക് ആ ചെറുപ്പക്കാരൻ പെട്ടെന്ന് ചുവടുവെച്ചു. 1996 ഒരു വലിയ വിജയമായ സല്ലാപം എന്ന സിനിമയിലൂടെ നടനായി. സിനിമയിൽ ഒരു നായക നടന് വേണമെന്ന് ശഠിച്ചിരുന്ന ആകാര സൗന്ദര്യം ഇല്ലാതിരുന്നിട്ടും ഒരു കാലഘട്ടത്തിൽ മലയാളത്തിലെ ഏറ്റവും സ്വീകാര്യതയുള്ള നായക നടനായി പിന്നീട് ആ ചെറുപ്പക്കാരൻ എത്തി. അവിടെ നിന്ന് ദിലീപ് എന്ന നായകൻ പിറവിയെടുത്തു. സിനിമാ ലോകത്ത് തന്നെ ആഗ്രഹിച്ചതെല്ലാം സ്വന്തമാക്കിയുള്ള അവിശ്വസനീയമായ ദിലീപിന്റെ ആ വളർച്ച ജനപ്രിയ നായകൻ എന്ന അലങ്കാരത്തോടെ വിശേഷിപ്പിച്ചു. ഏകദേശം 150-ൽ പരം സിനിമകളിൽ സിംഹഭാഗവും ഹിറ്റുകളും സൂപ്പർ ഹിറ്റുകളുമാക്കി മാറ്റിയ സിനിമാ കരിയർ ഗ്രാഫ്. അതിനിടയിൽ കല്യാണം, മലയാള സിനിമയിൽ തിളങ്ങി നിന്ന നടി മഞ്ജു വാര്യരുമായി വിവാഹം. പിന്നീട് മലയാള സിനിമ കണ്ടത് മഞ്ജു വാര്യർ സിനിമയിൽ നിന്ന് അകലുകയും ദിലീപ് സിനിമയിൽ അതിശക്തനാവുകയും ചെയ്ത കാലഘട്ടമാണ്. ആ യാത്രയിൽ നടൻ എന്ന ലേബലിനപ്പുറം നിർമ്മാതാവായും തിയേറ്റർ ഉടമയായും ദിലീപ് ഗ്രാഫ് ഉയർത്തി. ചാന്തുപുട്ട്, കുഞ്ഞിക്കൂനൻ, പച്ചക്കുതിര, സൗണ്ട് തോമ, ചക്കരമുത്ത്, മായാമോഹിനി എന്നിങ്ങനെ പരീക്ഷണ ചിത്രങ്ങൾക്കും ഡേറ്റ് കൊടുത്തു താരം. പിന്നെ മീശ മാധവൻ. ബോക്സ് ഓഫീസിൽ പണം വാരിയ ചിത്രം. ശരിക്കും പറഞ്ഞാൽ ദിലീപിന്റെ താരപദവി ഉയർത്തിയ പടം കൂടിയായിരുന്നു അത്. തുടർന്ന് CID മൂസ, വെട്ടം, പാണ്ടിപ്പട തുടങ്ങി എല്ലാം പ്രേക്ഷകരെ ആവോളം ചിരിപ്പിച്ചു. അങ്ങനെ കുടുംബ ചിത്രങ്ങളിലൂടെ സിനിമാ ലോകം കീഴടക്കി. അപ്പോഴും ദിലീപ് ഗൗരവമുള്ള വേഷങ്ങൾ കൈകാര്യം ചെയ്യാനും ശ്രദ്ധിച്ചു. കഥാവാശേഷനും കൽക്കട്ട ന്യൂസും പെരുമഴക്കാലവും അത്തരത്തിലുള്ള ഉദാഹരണങ്ങളിലൊന്നാണ്. തീർന്നില്ല, കുറച്ച് ആക്ഷൻ റോളുകളുമായി ലയൺ, ഡോൺ പോലെയുള്ള പരീക്ഷണങ്ങളും വിജയം കണ്ടു. ദിലീപ് ഹിറ്റുകൾ മാത്രമല്ല പരാജയങ്ങളും രണ്ടു കൈയും നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. ഓരോ പരാജയത്തിന് ശേഷം കുട്ടികളെയും കുടുംബ പ്രേക്ഷകരെയും കയ്യിലെടുക്കാൻ വീണ്ടും വീണ്ടും പുതിയ തന്ത്രങ്ങളുമായി അയാൾ ബിഗ് സ്ക്രീനിലെത്തി. ദിലീപ് നിർമ്മിച്ച 2020 എന്ന ചിത്രം സിനിമാ ലോകത്ത് അദ്ദേഹത്തിന്റെ ആധിപത്യം അരക്കെട്ടുറപ്പിക്കുന്നതായിരുന്നു. അങ്ങനെ മലയാള സിനിമയിൽ തന്ത്രശാലിയായ അധിപനായി ദിലീപ് തുടർന്നു. അന്ന് 2017 ജനപ്രിയൻ എന്ന വിളിപ്പേരിൽ കറപുരണ്ട വർഷം. നടി ആക്രമിക്കപ്പെട്ട സംഭവം, അതിന് പിന്നിൽ ദിലീപിന്റെ പങ്കുണ്ടെന്ന സൂചനകളും പുറത്തു വരുന്നതും തുടർന്ന് കേസും കൂട്ടവും വിവാദങ്ങളും വാർത്തകളിൽ നിറഞ്ഞു നിന്നു. ദിലീപ് എന്ന പേര് എല്ലായിടത്തും, കൂടെ ജയിൽവാസവും. റിമാൻഡ് കാലാവധി പൂർത്തിയാക്കി ദിലീപ് പുറത്തിറങ്ങി. അന്ന് റിലീസായ രാമലീലയെ കേസിന്റെ പേരിൽ പ്രേക്ഷകർ കൈവിട്ടില്ല. ചിത്രം സൂപ്പർ ഹിറ്റായി. എന്തിന്, ഇതുവരെയുള്ള സിനിമകളുടെ കണക്കെടുത്ത് നോക്കിയാൽ അവസാനത്തെ ഹിറ്റ് തന്നെയായിരുന്നു ആ ചിത്രം. ഇതിനിടയിൽ കാവ്യയുമായി വിവാഹം, അതും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു. മഞ്ജുവിന് ശേഷം കാവ്യയിലേക്ക് നായിക സങ്കല്പം. സിനിമാ ലോകത്ത് കേന്ദ്രീകരിച്ചപ്പോൾ അവിടെയും നായക സ്ഥാനത്ത് ദിലീപ് തന്നെ. സിനിമയിലും ജീവിതത്തിലും അത് ശരിവെച്ചു. കാവ്യവുമായി ചേർത്തുള്ള ഗോസിപ്പുകളെ നിഷ്പ്രയാസം തോൽപ്പിക്കാൻ ദിലീപ് എന്ന നടന് സാധിച്ചു. പക്ഷേ നടിയെ ആക്രമിച്ച കേസ് അന്നും കഥയിലെ വില്ലൻ വേഷം ദിലീപിന് നൽകി. കുറേയേറെ കാലം പൊതുവേദികളിൽ നിന്ന് ദിലീപ് അകന്നു നിന്നു. പക്ഷേ തോറ്റു പിന്മാറിയില്ല. വീണ്ടും സിനിമയിൽ അഭിനയിച്ചു തുടങ്ങി. പതിവ് പോലെ സിനിമകൾ ഇറങ്ങി. പക്ഷേ സ്വീകരിക്കാൻ സ്ഥിരം പ്രേക്ഷകരുണ്ടായില്ല. കമാര സംഭവം, ജാക്ക് ആൻഡ് ഡാനിയൽ, മൈ സാന്റ, കേശു ഈ വീടിന്റെ നാഥൻ, വോയിസ് ഓഫ് സത്യനാഥൻ, ബാന്ദ്ര, തങ്കമണി, പവി കെയർടേക്കർ, പ്രിൻസ് ആൻഡ് ഫാമിലി, അങ്ങനെ പല രൂപത്തിലും ഭാവത്തിലും ദിലീപ് വന്നുപോയി. ഇപ്പോഴിതാ നടിയെ ആക്രമിച്ച കേസിൽ 8 വർഷത്തിന് ശേഷം വിധി വന്നിരിക്കുകയാണ്. കേസിൽ 8ാം പ്രതി സ്ഥാനത്തുള്ള ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കി.
സർവശക്തനായ ദൈവത്തിന് നന്ദി, പോലീസിന്റെ കള്ളക്കഥ പൊളിഞ്ഞു, സത്യം ജയിച്ചുവെന്ന ദിലീപിന്റെ പ്രതികരണം. ഇപ്പോൾ നടിയെ ആക്രമിച്ച കേസിൽ നിയമ നടപടിക്ക് ഒരുങ്ങിയിരിക്കുകയാണ് താരം. വിരൽ ചൂണ്ടുന്നത് ആരെയെല്ലാം എന്നാണ് ഇപ്പോഴത്തെ ചോദ്യം. എന്തായാലും കഴിഞ്ഞ കുറച്ചു കാലമായി ദിലീപ് സിനിമ ആസ്വാദകർ റിലീസിനായി കാത്തിരുന്ന ഒരു സിനിമയുണ്ട്, ഭയം ഭക്തി ബഹുമാനം, അതായത് ഭബ്ബ. ദിലീപ് നായകനായി എത്തുന്ന ചിത്രത്തിൽ ധ്യാൻ ശ്രീനിവാസനും വിനീത് ശ്രീനിവാസനും പ്രധാന വേഷങ്ങളിലെത്തുമ്പോൾ ആവേശത്തിനൊപ്പം ലാലേട്ടനുമുണ്ട്. അതിഥി വേഷത്തിലാണ് മോഹൻലാൽ ചിത്രത്തിലെത്തുന്നത്. ദിലീപും മോഹൻലാലും ഒന്നിച്ചുള്ള ആ കോംബോ തകർക്കുമെന്ന് ആരാധകർ ഇപ്പോഴേ അടിവരയിട്ടു. എന്തായാലും ദിലീപിന്റെ നഷ്ടപ്പെട്ട ജനപ്രീതിയുടെ ഉരകക്കല്ലുകൂടിയായി ചിത്രം മാറുമോ എന്നാണ് ചോദ്യം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.